ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഏട്ടത്തിക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഗൗതമിനെ അടർത്തിയെടുക്കാനാവാത്ത വിധം സ്വന്തം പക്ഷത്ത് ചേർത്ത നിധി ഇപ്പോ ശിവാനിയെ അവളുടെ അടിമയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ആരും സ്വപ്നം കാണാത്ത പുതിയ സംഭവങ്ങൾ ഈ വീട്ടിൽ അരങ്ങേറും. അടുത്തതായി നിധിയുടെ തന്ത്രങ്ങൾക്ക് തലവെച്ചു കൊടുക്കാൻ പോകുന്നത് പ്രണവായിരിക്കും. പ്രണവിനെയും കൂടി സ്വന്തം പക്ഷത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസിയായി. ഉള്ളത് പറയാലോ, എനിക്ക് പിടിച്ചു നിന്നേ മതിയാവൂ. വിജയിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോ ശിവാനിയുടെ കയ്യും പിടിച്ച് പ്രണവ് ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോ ഇടം വല്ലം ഗൗതമും നിധിയും നിൽക്കുമ്പോ ഏട്ടത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഏട്ടത്തിയുടെ ഗതികേടായിരിക്കും ഇവിടെ. ഞാൻ പഠിച്ച അത്രയൊന്നും നിധിയെ ഏട്ടത്തി പഠിച്ചിട്ടില്ല. തുടക്കം മുതലേ അവളെ ഞാൻ എതിർത്തത് അതുകൊണ്ടാ. ഈ പോക്ക് ഈശ്വരമംഗലം തറവാടിന് തന്നെ അവളുടെ കാൽ കീഴിൽ ഒതുക്കാനുള്ള പോക്ക. എടുത്തി ഒരു കാര്യം മനസ്സിൽ വെച്ചോ, എന്നെ ഈ വീടിന്റെ പടിയിറക്കി വിട്ടതുപോലെ ഏട്ടത്തി അവളിവിടുന്ന് ഇറക്കി വിടും.